നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ പ്രവാസികളെ തേടി ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്തോനേഷ്യയിൽ തന്നെ ജനപ്രിയനായി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വോട്ടെടുപ്പിലാണ് സൽമാൻ രാജകുമാരനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ വോട്ടെടുപ്പിൽ 57% പേരാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പിന്തുണച്ചത്. US പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരെക്കാൾ സൗദി കിരീടാവകാശിക്ക് ജനപ്രീതിയുണ്ട് എന്നതാണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അബുദാബി കിരീടാവകാശി ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 52% പേരാണ് അദ്ദേഹത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തത്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങ്, US പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ 44% വോട്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 40% വോട്ടും നേടിയിട്ടുണ്ട്. 2003 മുതൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും കണ്ടെത്താൻ ഓസ്ട്രേലിയൻ റിസർച്ച് സെന്റർ വോട്ടെടുപ്പ് നടത്താറുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലാണ് വോട്ടെടുപ്പിന്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. അതേസമയം ഇതിനു പിന്നാലെ സൗദി കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മദീനയിലെത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ കിരീടാവകാശിയെ മദീന രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ രാജകുമാരനും ഡെപ്യൂട്ടി ഗവർണർ സൗദ് ബിൻ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരനും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു. കിരീടാവകാശിയും സഹമന്ത്രിയും ക്യാബിനറ്റ് അംഗവുമായ തുർക്കി ബിൻ മുഹമ്മദ് ബിൻ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ, ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ, നാഷണൽ ഗാർഡ് മന്ത്രി അബ്ദുള്ള ബിൻ ബന്ദർ രാജകുമാരൻ, സൗദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ എന്നിവരും ഉണ്ടായിരുന്നു. ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ മുതിർന്ന പണ്ഡിതന്മാരുടെ കൗൺസിൽ അംഗവും റോയൽ കോർട്ട് ഉപദേശകനുമായ ഷെയ്ഖ് ഡോക്ടർ സാദ് ബിൻ നാസർ അൽ ശാസ്ത്രി, വാണിജ്യമന്ത്രിയും വാർത്താവിതരണ മന്ത്രിയുമായ ഡോക്ടർ മാജിദ് അൽ ഖസാബി തുടങ്ങിയവർ അനുഗമിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.